AJ's ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, ബട്ടർ ഗാർലിക് എഗ്. അപ്പം ഇതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഇടാം. പിന്നെ അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിൽ നമ്മൾ അടപ്പത്ത് വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ എഗ്ഗ് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് ഭയങ്കരമായിട്ട് നമുക്ക് സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ അങ്ങനെ പൊരിഞ്ഞ് വരണ്ട. നമുക്കിതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാനിതുപോലെ ലെയറായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഒരു ലെയർ ഇങ്ങോട്ട് ഒന്ന് കുക്ക്ഡായി കഴിയുമ്പോഴത്തേക്കും അത് നമ്മളൊന്ന് നീക്കി വെക്കുമ്പോഴത്തേക്കും അടുത്ത ലെയർ കുക്ക്ഡാവും. അങ്ങനെ നമ്മൾ കുറച്ച് ലെയേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ആ മീതലത്തെ ഭാഗവും കൂടി നന്നായിട്ട് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുക്കായി ഞാനിതിപ്പം മറിച്ചിട്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരു കാരണവശാലും കൂടി പോകരുത്. അപ്പം നമ്മുടെ എഗ്ഗ് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോവും. അങ്ങനെ വേണ്ട. അത് കഴിഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അത് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് ഗാർലിക്കാണ്. അപ്പോൾ ഒരു 3 ഗാർലിക്ക് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നല്ല വലിയ ഗാർലിക് ആയതുകൊണ്ട് ഞാൻ 3 എടുക്കുന്നുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 4 വരെ എടുക്കാം. പിന്നെ പാന് നമുക്ക് ഇപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ചോപ്ഡ് ഗാർലിക്കും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം, തീ കുറച്ച് വെച്ച് തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മതി. അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 കപ്പ് പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാലും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാലൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. പിന്നെ നമുക്കിതിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപ്പും ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോൺഫ്ലോർ ഉള്ളത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. എന്നിട്ട് നമ്മുടെ എഗ്ഗും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മാഗി പൗഡർ ഉണ്ടെങ്കിൽ, മാഗിയുടെ ന്യൂഡിൽസിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം എൻ്റെ കയ്യിൽ ഇല്ല, അപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, മല്ലിയില നന്നായിട്ടൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.